നമസ്കാരം. ബിജെപിയിൽ ചേരാനുള്ള തന്റെ തീരുമാനം തെറ്റിയില്ലെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. തൃശൂരിലെ വീട്ടിൽ നിന്നും താൻ പൊട്ടിക്കരഞ്ഞാണ് ഇറങ്ങിപ്പോന്നത്. കെ മുരളീധരന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. തൃശൂരിൽ രാഷ്ട്രീയം പഠിച്ചാൽ എവിടെയും പ്രവർത്തിക്കാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. തൃശൂരിലെ ജനങ്ങൾ ബുദ്ധിയില്ലാത്തവർ അല്ല. തൃശൂരിലെ കോൺഗ്രസിൽ എല്ലാവരും മോശം ആളുകളുമല്ല. നല്ല ആളുകളുടെ കയ്യിൽ അധികാരം ഇല്ല. കോൺഗ്രസിന്റെ അധികാരം കോക്കസിന്റെ കയ്യിലാണെന്നും അവർ പറഞ്ഞു. കെ മുരളീധരനുമായി സംസാരിച്ചിട്ടില്ല. നല്ല ബുദ്ധിയും വിവരവുമുള്ള ആളാണ് മുരളീധരൻ. രാഷ്ട്രീയമായി രണ്ട് ചേരിയിലാണെങ്കിലും സ്നേഹത്തിന് ഒരു കുറവുമില്ല. മാന്യമായ തോൽവി അല്ല മുരളീധരന്റേത്. അതിൽ വളരെ വേദനയുണ്ട്. തൃശൂരിൽ ആരാണ് അദ്ദേഹത്തെ കുഴിയിൽ ചാടിച്ചതെന്ന് അദ്ദേഹം പറയണം. അത് ആരാണെന്ന് DCC ഓഫീസിന്റെ മതിലിൽ എഴുതി വച്ചിട്ടുണ്ട്. തന്നെ പരാജയപ്പെടുത്തിയവർ തന്നെയാണ് സഹോദരൻ മുരളിയെയും തോൽപ്പിച്ചതെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. BJPയെ കുറിച്ച് കേട്ടതല്ല, വന്നപ്പോൾ അറിഞ്ഞത്. തെറ്റിദ്ധാരണയായിരുന്നു കൂടുതലും. കോൺഗ്രസ് പറഞ്ഞ് ഭയപ്പെടുത്തിയതാണ്. വർഗീയത പറയുന്നത് കോൺഗ്രസ് ആണ്. കേരളത്തിൽ ഇനിയും താമര വിരിയുമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തെ തുടർന്ന് പൊട്ടിത്തെറിച്ച സ്ഥാനാർത്ഥി കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം KPCC തുടങ്ങിക്കഴിഞ്ഞു. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ നേതൃത്വത്തിൽ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തും. പ്രശ്ന പരിഹാരത്തിന് നടപടി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് KPCC അറിയിച്ചു. മുരളീധരൻ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാമെന്നും താനടക്കം മുതിർന്ന നേതാക്കൾ മുരളീധരനെ കാണുമെന്നും സുധാകരൻ വ്യക്തമാക്കി. മുരളീധരൻ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാമാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി മുരളിക്കൊപ്പം നിൽക്കും. എന്ത് വില കൊടുത്തും മുരളീധരനെ പാർട്ടിയിൽ സജീവമായി നിർത്തും. ഏറെ ബഹുമാനത്തോടെ കാണുന്ന കെ കരുണാകരന്റെ മകനെ മറക്കാനോ ത്യജിക്കാനോ സാധിക്കില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് തൃശൂരിൽ നിന്ന് വിജയിച്ചത്. LDF സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്തെത്തിയപ്പോൾ UDF സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരന് 3ാം സ്ഥാനത്തെത്താൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ.